തന്നെ അല്പം മുന്നെയാണ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തിയത്. കെജ്രിവാളിന്റെ വസതിയിലെത്തി കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളുമായി ഒരു MLA-മാരൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ MLA-മാർ സുനിത കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടത് കെജ്രിവാൾ രാജിവെക്കരുത് എന്നതാണ്. ജയിലിൽ കിടന്നതുകൊണ്ട് തന്നെ ഭരണം നടത്തട്ടെ എന്നൊരാവശ്യമാണ് ഇത്തരത്തിൽ MLA-മാർ കൂട്ടിച്ചേർത്തത്. അതോടൊപ്പം തന്നെ ദില്ലിയിലെ 2 കോടി ജനങ്ങൾ ഇത്തരത്തിൽ കെജ്രിവാളിനൊപ്പമുണ്ട് എന്നൊരു കാര്യം കൂടി പറഞ്ഞു. നിലവിൽ ദില്ലിയിൽ ഭരണ പ്രതിസന്ധി ഉണ്ട് എന്നൊരു കാര്യം അല്ലെങ്കിൽ അത്തരമൊരു വിമർശനം ഉയർത്തുന്ന BJP ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി MLA-മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഷമി, നമുക്ക് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സുപ്രീം കോടതിയിൽ നിന്നും വരുന്നുണ്ട്. അതായത് എക്സൈസ് ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ സഞ്ജയ് സിംഗിന് ഇപ്പോൾ ആം ആദ്മി നേതാവും MP-യുമായിട്ടുള്ള സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ഈ ആം ആദ്മി നേതാക്കളെയൊക്കെ തന്നെ ഇത്തരത്തിൽ വേട്ടയാടുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സഞ്ജയ് സിംഗിന് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരിക്കുന്നത്. വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.